കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പാട്ട് പിൻവലിക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഈ VC-യോട് ഒരു വിശദീകരണം തേടിയിരുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പാട്ട് ഉൾപ്പെടുത്തിയത്, എന്താണ് അതിന്റെ സാഹചര്യം, ഇപ്പോഴത്തെ അവസ്ഥ എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. ഇതിൽ റിപ്പോർട്ട് നൽകി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ BA മലയാളം 3ാം സെമസ്റ്റർ പാഠ്യപദ്ധതിയിലാണ് വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറയുന്ന പാട്ട് ഈ സർവകലാശാല ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ ആദ്യം BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗമാണ് പരാതിയുമായി രംഗത്ത് വന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഇത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഇതിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി നിയോഗിച്ച് അവർ ഒരു പഠന റിപ്പോർട്ട് VC-ക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ പാട്ട് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഈ പാട്ട് വേണമെന്നുള്ള കാര്യമാണ് മുന്നോട്ട് വെച്ചത്. ഏതായാലും ഇനി അക്കാഡമിക് കൗൺസിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും ഈ പാട്ടിന്റെ ഭാവി തീരുമാനിക്കുക. SKN അടിപൊളി. വേടന്റെ പാട്ട് എന്തിനാണ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കിയതെന്നാണ് ഗവർണർ